മഹാദേവ, ഭസ്മാസുരന് വരം കൊടുത്ത ഈ കൈകൊണ്ട് നാഗവലയക്ഷിയെയും അലംബൂസനെയും ഭസ്മമാക്കിയാലും. നാരദരെ, അതിന് സമയമായില്ല. കാലവിളംബം എന്തിന് പ്രഭു? നാരദരെ, ഭൂമിയിലെ എല്ലാ ചര്യകൾക്കും അതിന്റേതായ കാലവും സമയവുമുണ്ട്. ആ സമയമാകുമ്പോൾ അവന്റെ അന്ത്യവും സംഭവിക്കും. പിന്നെ നമ്മുടെ ഉത്തമ ഭക്തരെയെല്ലാം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലേക്ക് എറിഞ്ഞ് ശുദ്ധീകരിക്കുക നമ്മുടെ സ്വഭാവമാണെന്ന് അറിയില്ലേ അങ്ങേക്ക്? നാരായണ നാരായണ, അറിയാം. എന്നിരുന്നാലും ഈ പരീക്ഷണത്തിന്റെ പരിണിത ഫലം അറിയാൻ നമുക്ക് തിടുക്കമായി പ്രഭു. കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ മഹർഷി. മഹത്തായ മാർഗത്തിലേക്കുള്ള പാത ദുർഘടം പിടിച്ചതാണ്. ആ പാതയിലാണ് ഉഗ്രസേനനും എന്നറിയൂ. നാരായണ നാരായണ, നിയതിയുടെ നിയോഗം പോലെ എല്ലാം സംഭവിക്കട്ടെ. നാം ഇറങ്ങുന്നു. അല്ല, ആ വരുന്നത് കാമദേവനല്ലേ? എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? നാരായണ നാരായണ, മഹാദേവന്റെ എന്തെങ്കിലും ലീലകൾ? അനുഗ്രഹിച്ചാലും പ്രഭു. പ്രണാമം മഹർഷി. വന്നാലും കാമദേവ, നാം ഇപ്പോൾ സ്മരിച്ചതേയുള്ളൂ. അതറിഞ്ഞു തന്നെയാണ് നാം ഇവിടെ എത്തിയത്. പറഞ്ഞാലും ആരെയാണ് എന്റെ പൂവ് കൊണ്ട് പിളർക്കേണ്ടത്? ഏത് താപസവര്യന്മാരെയാണ് ലാവണ്യവതികളുടെ പുരിക കൊടിക്ക് മുമ്പിൽ കീഴടക്കേണ്ടത്? അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം അനായാസമാണ് പ്രഭു. കാമദേവ, അസുരരാജൻ അലംബൂസനിൽ കാമം ജനിപ്പിക്കുക. സ്ത്രീഗന്ധത്തിന് വേണ്ടി ദാഹം വളർത്തുക. അവന്റെ നിമിഷങ്ങൾ സ്ത്രീഗന്ധത്തിന് വേണ്ടി കൊതിയേറ്റുക. പഞ്ചബാണങ്ങളേറ്റ് തഞ്ചുന്ന മനസ്സുമായി അവൻ ഉലകം ചുറ്റി നടക്കണം. പോകൂ. അങ്ങനെയാവട്ടെ പ്രഭു. മലരമ്പന്റെ മാസ്മരിക ലോകം ഉടൻ തന്നെ അലംബുസൻ അറിയും. മഹാദേവൻ വിജയിച്ചാലും. നാരായണ നാരായണ, എല്ലാം അടിയന് മനസ്സിലാകുന്നു. അടിയനിതാ വിടവാകുന്നു. നാരായണ നാരായണ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ദേവി, അലംബുസന് ലഭിച്ച വരമനുസരിച്ച് ദേവനാലോ മനുഷ്യനാലോ വധിക്കപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ ഒരു സ്ത്രീയാൽ അത് സാധിക്കും. ദേവിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ത്രിലോകജ്ഞാനിയായ അങ്ങയോളം അറിവ് നമുക്കില്ല. എങ്കിലും ഇനി വേണ്ടതെന്താണെന്ന് നമുക്കറിയാം. പ്രഭു, കാമദേവന്റെ കൈകളിൽ കിടന്ന് പിടയുന്ന അലംബുസൻ സ്ത്രീഗന്ധമേറ്റ് പുളയും. പെണ്ണിന്റെ മാനാഭിമാനത്തിൽ കൈവെക്കുന്നവനുള്ള ശിക്ഷ നാം നൽകിയിരിക്കും. തീർച്ച. അതെ ദേവി, ഇനി നടക്കുന്നത് വിധാതാവിന്റെ തീർപ്പ്.